ക്രെയിൻ ഓപ്പറേറ്റർ ആൻഡ് റിഗർ ട്രെയിനിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അറാംകോയിൽ ക്രെയിൻ ഓപ്പറേറ്റർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. ഇതിനു മുമ്പ് നമ്മൾ 750യുടെ റേഞ്ച് ഡയഗ്രത്തിനാണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രോവ് TM1150 നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഡയഗ്രം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് ഡയഗ്രത്തെ പറ്റി തീരെ അറിയാൻ വയ്യാത്ത ആൾക്കാർ അത് നോക്കി പഠിക്കണം. ഡയഗ്രം ഉണ്ട്, റേഞ്ച് ഡയഗ്രത്തെ പറ്റിയുണ്ട്, അതേപോലെ തന്നെ ലോഡ് ചാർട്ടിനെ പറ്റിയുണ്ട്. അത് രണ്ട് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്ന വീഡിയോ 750യുടെയാണ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് TM1150 ഗ്രോവിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 3-4 ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഉള്ളൂ. ഇത് അറാംകോയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യൂസ് ദ ഗ്രോവ് TM1150 റേഞ്ച് ഡയഗ്രാം എ ഹോയിസ്റ്റിംഗ് ക്ലിയറൻസ് ഓഫ് 6 മീറ്റർ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിരുന്നു. ഹോയിസ്റ്റിംഗ് ക്ലിയറൻസിൻ്റെ അത് 9 മീറ്റർ ആയിരുന്നു. ഇത് 6 മീറ്ററാണ് കൊടുത്തേക്കുന്നത്. അടുത്തത് കൊടുത്തിട്ടുണ്ട് ബൂം ടിപ്പ് ഹൈറ്റ് 10 മീറ്റർ, ബൂം ആംഗിൾ 10 ഡിഗ്രി. അതുപോലെ വാട്ട് ഈസ് ദ ഹുക്ക് എലവേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ TM ഗ്രോവ് 1150യുടെ റേഞ്ച് ഡയഗ്രം എടുത്തതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ഈ ഹുക്ക് ക്ലിയറൻസ് നമ്മൾ 6 മീറ്ററാണ്, അത് ഡിവൈഡ് ചെയ്യണം, അത് കുറയ്ക്കണം. നമ്മൾ ഹുക്ക് ക്ലിയറൻസ് 6 മീറ്ററാണ്. നമ്മളിതിനകത്ത് റേഞ്ച് ഡയഗ്രം എടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവർ ബൂം ടിപ്പ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഞ്ച് ഡയഗ്രം എടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇതിപ്പോൾ അവർ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് എ ഹുക്ക് എലിവേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടിപ്പ് ഹൈറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലിയറൻസ് അവർ 6 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 10 മീറ്റർ ടിപ്പ് ഹൈറ്റിൽ നിന്ന് നമ്മൾ 6 മീറ്റർ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിനകത്ത് ഉത്തരം കിട്ടും. 4 മീറ്ററാണ് ഹുക്ക് എലിവേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ട് B 4 മീറ്റർ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നോട് കാണിച്ചു തരാം, അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇതാണ് അതിൻ്റെ റേഞ്ച് ഡയഗ്രാം TM1150 ഗ്രോവ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബൂം ടിപ്പ് ഹൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു, 10 മീറ്റർ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബൂം ആംഗിളും തന്നിട്ടുണ്ട്, 10 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ട്രൈയാങ്കിൾ വെക്കുക. നമ്മുടെ കയ്യിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്കൊരു ട്രൈയാങ്കിൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിലാണ് ഇതെളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. നമുക്ക് വന്നേക്കുന്ന 10 ഡിഗ്രി എന്ന് പറയുന്നത് ഇതാണ് 10 ഡിഗ്രി. ഇത് നേരെ താപ്പോട്ട് പോകുന്നതാണ് ഡിഗ്രി. ഇതാണ് 10 ഡിഗ്രിയാണിത്. അതുപോലെ ടിപ്പ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ്, T സൈഡിലാണ് ടിപ്പ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതാണ് ഇത് 2, 4, 6, 8, 10. നമുക്ക് 10 ടിപ്പ് ഹൈറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 10 ടിപ്പ് ഹൈറ്റ് നമ്മുടെ 10 മീറ്റർ 10 ഡിഗ്രിയിലായിട്ട് നമുക്ക് ഇവിടെ വന്ന് കറക്റ്റായിട്ട് ടച്ച് ആവുമെന്ന് നോക്കി അവിടെ നമ്മൾ വേണം ട്രൈയാങ്കിൾ വെക്കാൻ വേണ്ടി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് 10 ആണ്, ഇതാണ് 10ൻ്റെ ടിപ്പ് ഹൈറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് 10. അപ്പോൾ നമ്മൾ ഇത് 10 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ 10 ടിപ്പ് ഹൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ട്രൈയാങ്കിൾ ഇങ്ങനെ വെക്കണം. ട്രൈയാങ്കിൾ ഇങ്ങനെ 10 ഡിഗ്രി കറക്റ്റ് 10 വെച്ചതിന് ശേഷം നമ്മൾ ആ 10 ഡിഗ്രിയുടെ ലൈൻ എവിടെ ടച്ച് ആവുന്നു അങ്ങോട്ട് നമ്മൾ കറക്റ്റായിട്ട് ട്രൈയാങ്കിൾ നീക്കി അത് കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് അതിൻ്റെ എൻഡ് വെക്കണം. കണ്ടോ, എൻഡ് കറക്റ്റായിട്ട് ഈ 10 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. ഇതാണ് 10 ഡിഗ്രി, ഇത് 15 ഡിഗ്രി, ഇത് 20 ഡിഗ്രി, 25 ഡിഗ്രി, അങ്ങനെയാണ് ക്രെയിൻ്റെ ഡിഗ്രി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് 10 ഡിഗ്രിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അത് നമ്മൾ ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ ഹുക്ക് എലവേഷനാണ് ചോദിച്ചിരുന്നത്. അതല്ല അവർ റേഡിയസ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതാണ് ഈ താഴെ കാണുന്നതാണ് റേഡിയസ്. ഇവിടെ നമ്മൾ നേരെ താപ്പോട്ട് കാണുന്നത് ഇതാണ് റേഡിയസ്. ഇതുകൊണ്ട് 29, 30, 31, 32 മീറ്ററാണ് റേഡിയസ്. ഹുക്ക് എലവേഷനാണ് ചോദിച്ചത്. ഇപ്പോൾ ഡിഗ്രി പറഞ്ഞേക്കുന്നത് 10 ഡിഗ്രിയാണ്. ബൂം ലെങ്ത് വരുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ബൂം ലെങ്ത് വേണം കാണാൻ. ഇതല്ല ബൂം ലെങ്ത് വേണ്ടത്, ഇതിന് മുകളിലാണ്. 10 ആണ് നമുക്ക് ടിപ്പ് വെയിറ്റ് തന്നത്. 10 ടിപ്പ് വെയിറ്റ് ചെയ്യുന്നപ്പോൾ 6 ക്ലിയറൻസ് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് 10 നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 4ആണ്. ഇവിടെയാണ് ടിപ്പ് ഹൈറ്റ് വരുന്നത്. ടിപ്പ് ഹൈറ്റ് തന്നിട്ടുണ്ട്, വോയിസ് ക്ലിയറൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹുക്ക് എലവേഷന് വേണ്ടി നമ്മൾ ഡയഗ്രം എടുത്ത് നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഹുക്ക് ക്ലിയറൻസ് നമുക്ക് തന്നിരുന്നത് 6 മീറ്ററാണ് തന്നിരുന്നത്. അതുപോലെ ബൂം ടിപ്പ് ഹൈറ്റ് നമുക്ക് തന്നിരുന്നത് 10 മീറ്ററാണ് തന്നിരുന്നത്. 10ൽ തന്നെ നമ്മൾ 6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് B ആണ്, 4 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് യൂസ് ദ ഗ്രോവ് TM1150 റേഞ്ച് ഡയഗ്രാം. സെയിം റേഞ്ച് ഡയഗ്രാം തന്നെയാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ റേഡിയസ് കൊടുത്തിട്ടുണ്ട്, 15 മീറ്റർ കൊടുത്തിട്ടുണ്ട്, ബൂം ആംഗിൾ കൊടുത്തിട്ടുണ്ട് 20. വാട്ട് ഈസ് ദ ബൂം ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ബൂം ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റേഡിയസും തന്നിട്ടുണ്ട്, ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മൾ റേഡിയസിലും ഡിഗ്രിയിലും നമ്മൾ കറക്റ്റായിട്ട് ട്രൈയാങ്കിൾ വെച്ചതിന് ശേഷം നമ്മൾ ബൂം ലെങ്ത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നമ്മൾ നോക്കണം 15 മീറ്റർ റേഡിയസ് നമ്മൾ നോക്കണം. ഇവിടെ നമ്മളിങ്ങനെ വന്ന് 10, 12, 14 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ലൈൻ ഇടയ്ക്കുണ്ട്. അത് കഴിഞ്ഞാണ് 16 പോയേക്കുന്നത്.
അപ്പോൾ നമുക്ക് 12, 14, 16, 14ൻ്റെയും 16ൻ്റെ ഇടയ്ക്കുള്ള ഈ ലൈനാണ് നമുക്ക് വരുന്ന 15 മീറ്റർ റേഡിയസ് വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അടുത്തത് നമ്മൾ നോക്കാനുള്ളത് 20 ഡിഗ്രിയാണ് നോക്കാനുള്ളത്. 20 ഡിഗ്രി ഈ കാണുന്നതാണ് 20 ഡിഗ്രി. ഇത് നമ്മൾ താഴേക്ക് എവിടെ വരുന്നു, ഈ കറക്റ്റ് ഈ 14 ഡിഗ്രി വരുന്നത് അവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് ട്രയാങ്കിൾ വെക്കേണ്ടത്. നമ്മൾ ട്രയാങ്കിൾ വെച്ച് കാണിക്കാം എങ്ങനെയാണെന്ന്. നമ്മളിങ്ങനെ ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ എടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് 15 മീറ്റർ റേഡിയസ് തന്നെ നമ്മൾ ട്രയാങ്കിൾ വെച്ചതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് മുകളിലോട്ട് 20 ഡിഗ്രി എവിടെ വരുന്ന ആ ലൈനെ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കണം. ഇതാണ് 20 ഡിഗ്രി ലൈനാണ് ഈ വരുന്നത്, താഴോട്ട് വരുന്നത്. ഇവിടെ കൊണ്ട് കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് 14, 15 റേഡിയസിലാണ് നേരെ ആ ലൈനിൽ കൂടെ നേരെ പോയിട്ട് അവിടെ 20 ഡിഗ്രി ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ ബൂം ലെങ്ത് ആണ്. അത് കറക്റ്റ് ആ ഒരു ഭൂമിയിൽ തന്നെയാണ് ടച്ച് അയക്കുന്നത്. പിന്നെ ആ ലൈനിൽ തന്നെയാണ് നമ്മുടെ ട്രയാങ്കിൾ ടച്ച് അയക്കുന്നത്. ഇതിൻ്റെ ആൻസറാണ് 18.3 മീറ്റർ ബൂം ലെങ്ത്. ഇതിൻ്റെ ശരിയായ ആൻസർ സി ആണ്, 18.3 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യനാണ് യൂസ് ദ ഗ്രോവ് TM1150 റേഞ്ച് ഡയഗ്രാം. സെയിം റേഞ്ച് ഡയഗ്രാം തന്നെയാണ്. അത് കൊടുത്തിട്ടുണ്ട് റേഡിയസ് 28 മീറ്റർ, ബൂം ടിപ്പ് ഹൈറ്റ് 18 മീറ്റർ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ വന്നിരുന്നത് റേഡിയസും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഡിഗ്രിയാണ് കൊടുത്തിരുന്നത്. ഇതിപ്പോൾ കൊടുത്തേക്കുന്നത് റേഡിയസ് കൊടുത്തിട്ടുണ്ട്, ബൂം ടിപ്പ് ഹൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് 18 മീറ്റർ. ഇത് വാട്ട് ഈസ് ദ ബൂം ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ബൂമും നമ്മുടെ ബൂമിന് ഡിഗ്രിയാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് നമ്മൾ ബൂം ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രയാണെന്ന്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻ ഉണ്ട്, 20, 25, 30, 35. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ കൊടുത്തിരുന്നത് റേഡിയസ് ആണ് കൊടുത്തിരുന്നത് 28 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട് 26, പിന്നെ ഒരു ലൈനാണ് 27 ഉള്ളത്, 28. ഇവിടെ 28 എഴുതിയിട്ടില്ല, പക്ഷേ ഒരു ലൈൻ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇത് 26 കഴിഞ്ഞ ഒരു ലൈനുണ്ട്, അത് 27 ആണ്. അത് കഴിഞ്ഞ ഒരു ലൈനുണ്ട്, 28 ആണ്. അത് കഴിഞ്ഞാണ് 29. അപ്പോൾ ഈ 29 തൊട്ടിപ്പുറത്തെ ലൈനാണ് 28. അപ്പോൾ അതാണ് റേഡിയസ് വരുന്നത്. പിന്നെ അവർ കൊടുത്തിരുന്ന ബൂം ടിപ്പ് ഹൈറ്റ് ആണ്. ബൂം ടിപ്പ് ഹൈറ്റ് ഈ സൈഡിലാണ് ബൂം ടിപ്പ് ഹൈറ്റ് വരുന്നത്. അവർ കൊടുത്തിരുന്നത് 18 മീറ്റർ ടിപ്പ് ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് 18 മീറ്റർ ഇവിടെ നോക്കാം. ഇതാണ് 18 മീറ്റർ. 18 മീറ്റർ, 16, 14, 16, 18 മീറ്റർ. ഇതാണ് ബൂമിൻ്റെ ടിപ്പ് ഹൈറ്റ്. ഈ ലൈനിൽ കൂടെ നമ്മൾ നേരെ ട്രയാങ്കിൾ പിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം റേഡിയസിൽ നമ്മൾ ട്രയാങ്കിൾ വെക്കുന്നു. 28 മീറ്ററിൽ നമ്മൾ ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്, 28 മീറ്റർ. അടുത്ത് തന്നിരിക്കുന്ന ടിപ്പ് ഹൈറ്റ് ആണ് 18 മീറ്റർ. നമ്മൾ അപ്പോൾ നേരെ 18 മീറ്ററിൽ നമ്മൾ ടിപ്പ് ഹൈറ്റിൽ ട്രയാങ്കിൾ വെച്ചിരിക്കുകയാണ്. 18 മീറ്റർ ടിപ്പ് ഹൈറ്റും അതുപോലെ തന്നെ 29 മീറ്റർ റേഡിയസിലും നമ്മൾ ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞു, ഇത് 26, 27, 28. 28ലാണ് കറക്റ്റായിട്ട് നമ്മൾ ട്രയാങ്കിൾ നേരെ വെച്ച് ലൈനെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരുന്നത് 18 മീറ്റർ ടിപ്പ് ഹൈറ്റാണ്. ഇവിടെ കാണാൻ സാധിക്കും 12, 14, 16, 18. 18 മീറ്റർ ലൈനിൽ കൂടെയാണ് നമ്മൾ കറക്റ്റായിട്ട് ട്രയാങ്കിൾ വെച്ചേക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയേക്കുന്നത് 28 മീറ്റർ റേഡിയസിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് വന്നിരുന്നത് വാട്ട് ഈസ് ദ ബൂം ലെങ്ത്, ബൂം ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. ബൂം ആംഗിളിലാണ് കറക്റ്റായിട്ട് തന്നെ ബൂം ആംഗിളാണ് നമ്മുടെ ട്രയാങ്കിൾ എൻഡ് ടച്ച് അയക്കുന്നത്. ഇതുണ്ട് 25 ഡിഗ്രിയിലാണ്, അതായത് ബൂം ആംഗിൾ വന്നിരിക്കുന്നത് 25 ബൂം ആംഗിളാണ് കറക്റ്റായിട്ട് അതിൻ്റെ എൻഡ് ടച്ച്. നമുക്ക് ആൻസർ നോക്കാം, ശരിയാണോ നോക്കാം. അതെ, ബി ആണ്, 25 ആണ് ശരിയായ ആൻസർ. അപ്പോൾ ഓക്കെ, റേഞ്ച് ഡയഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.